ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിൽ മീനും മുട്ടയൊക്കെ പൊരിക്കാറുണ്ടല്ലോ അല്ലേ? വളരെ എളുപ്പത്തിൽ ഇതെല്ലാം പൊരിച്ചെടുക്കാനുള്ള ഒരു സൂത്രം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് അയലമീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. മസാല പുരട്ടുന്നത് മീനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഇനി ഇതിൽ മസാല പുരട്ടണം. ഇവിടെയാണ് നമ്മൾ സൂത്രവിദ്യ പ്രയോഗിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഉള്ളിച്ചമ്മന്തി അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഈ ഉള്ളിച്ചമ്മന്തി അരയ്ക്കുന്ന വിധം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 തരം ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും കാണിക്കണില്ല. ഈ ഉള്ളിച്ചമ്മന്തിയിൽ നിന്ന് കുറച്ച് ചമ്മന്തി എടുക്കാം. ഞാൻ 2 സ്പൂൺ ചമ്മന്തി എടുക്കുന്നുണ്ട്. ഇതിൽ മുളകും ഉള്ളിയും ഉപ്പും എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മതി. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തതുകൊണ്ട് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ഈ മസാല മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചതിന് ശേഷമാണല്ലോ നമ്മൾ സാധാരണ മീനൊക്കെ പൊരിച്ചെടുക്കുക. ഇനി അതേപോലെ തന്നെ കേട്ടോ. ഇനി അതേപോലെ സാധാരണ പോലെ നമ്മൾ മീൻ പൊരിച്ചെടുക്കുക. മീൻ പൊരിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ മീൻ വെച്ച് പൊരിച്ചെടുത്താൽ മീൻ അടി പിടിക്കില്ല, പൊട്ടിപ്പോവില്ല കേട്ടോ. കറിവേപ്പില ഇങ്ങനെ തണ്ടോടുകൂടി തന്നെ വെക്കണമെന്നൊന്നുമില്ല. ചെറിയ ഇലകൾ മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ എളുപ്പത്തിൽ മീനൊക്കെ പൊരിച്ചെടുത്തില്ലേ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ അമ്മ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുക അല്ലേ? ആ സമയത്ത് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോകും. അപ്പോൾ അതിനുള്ള എളുപ്പ വഴിയാണ് ഒരു മുട്ട പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഉള്ളിച്ചമ്മന്തി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാവുന്ന സമയം മതി ഇതൊക്കെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുക. ഒരു വശം വെന്ത് വരുമ്പോൾ സാധാരണ പോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് റെഡിയായി. ഇതാ ഉള്ളിച്ചമ്മന്തി ചേർത്തുണ്ടാക്കിയ മുട്ട ഓംലെറ്റ് റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളിച്ചമ്മന്തി കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുട്ടയും മീനും ഒക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.